ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഹൈലൈറ്റ് മാളിൽ നിന്ന് 270 രൂപ കൊടുത്തിട്ട് ഒരു ഉണക്ക ബിരിയാണി കഴിച്ചു നിൽക്കാൻ്റെ വിഷമം പറഞ്ഞിട്ടും മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ 1 കിലോ അരി എടുത്തിരിക്കണത്. 1 കിലോ അരി കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചു കേട്ടോ. അതിന് ശേഷം 1 കിലോ അരി പറഞ്ഞാൽ 4 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു വലിയൊരു പീസ് പൈനാപ്പിൾ ഇട്ടു. പിന്നെ ഒരു 4-5 പച്ചമുളക് ഇട്ടു. ഒരു വലിയ തക്കാളി ഇട്ടു. ഒരു ക്യാരറ്റ് ഇട്ടു. പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെയും ഒരു പട്ട ഒരു വലിയ 2 പീസ് ഇട്ടു. പിന്നെ ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തതൊക്കെ ഒരു 4-5 എണ്ണം വെച്ചിട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ജാതിപത്രിയും അതൊക്കെ വീട്ടിലുള്ളതുണ്ടെങ്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇട്ടോ. അത് കഴിഞ്ഞ് വെള്ളം 2 മാഗി ക്യൂബ് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം നല്ല തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ അരി അതിലേക്ക് ഇട്ടു. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അത് മീഡിയം സൈസിൽ വെച്ചിട്ട് വെള്ളം ഊറ്റി പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ പോവില്ലേ, റൈസത്ത് ഇങ്ങനെ വറ്റണ സമയത്ത് അതങ്ങോട്ട് അടച്ച് നന്നായി മുറുക്കി അടച്ചങ്ങോട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു കോഴിയുടെ ഒരു 16 പീസാണ് ഞാൻ എടുത്തത്. മീഡിയം സൈസ് 16 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ എന്താ പറയുക, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതൊക്കെ ഇട്ട് നന്നായി ഒരു നാരങ്ങയുടെ കേട്ടോ അതൊക്കെ ഇട്ട് അരച്ച് അത് മസാല തേച്ച് വെച്ചത് നമ്മുടെ എയർ ഫ്രയറിലിട്ട് വറുത്ത് എടുത്തു കേട്ടോ. ഇനി എയർ ഫ്രയറിൽ ഇല്ലാത്തവരാണെങ്കിൽ വെറുതെ എന്താ പറയുക വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 10 സബോള എടുത്തിരിക്കണത്. 10 സബോള നന്നായിട്ട് അരിഞ്ഞത്, കയ്യും കൊണ്ട് ഞാൻ അരിഞ്ഞത്. സ്ലൈസറിലിട്ട് നന്നായിട്ട് കനം കുറഞ്ഞു പോണതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് 10 സബോളയും നുറുക്കി. അത് കഴിഞ്ഞിട്ട് 5 തക്കാളി നുറുക്കി. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അതൊരു ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂണിലൊരു 4 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ അടുത്ത് ഒരു നാരങ്ങ നീരും. അപ്പോൾ അതൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചു. പിന്നെ അണ്ടിപ്പരിപ്പ് 100 ഗ്രാം, അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് അരച്ചും വെച്ചു കേട്ടോ. എന്നിട്ടൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് റിസ്ക് എടുത്ത പണിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ അതിടുന്നത്. നിങ്ങൾ അത് ആദ്യമായിട്ട് ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ എപ്പോഴും സബോള ആദ്യം ഇട്ടിട്ട് അത് നന്നായിട്ട് മെൽറ്റാവുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അടി പിടിക്കും. ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്, ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കുറച്ച് നമുക്ക് പ്രാക്ടീസ് ആയവർക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യണത് നല്ലത്. അല്ലെങ്കിൽ മറ്റവർക്ക് ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ സബോള ഇട്ട് നന്നായി മെൽറ്റാവുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. അങ്ങനെയാണ് ഇത്തിരി കൂടി നല്ലത് തോന്നുന്നു കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കണവർക്കൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ സബോള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ട് നന്നായി മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു 5 പച്ചമുളക് ഇട്ടാൽ. പച്ചമുളക് തീരെ എരിവില്ല, അത് അത്രയും തോന്നെ ഇടുന്നത്. പിന്നെ ഒരു 5 തക്കാളി 6 തക്കാളി ഉണ്ടായിരുന്നു. ഒരു തക്കാളി ഞാൻ റൈസിലിട്ടു പറഞ്ഞില്ലേ. പിന്നെ ബാക്കി 5 തക്കാളി അതിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് മെൽറ്റായിട്ട് വരണം കേട്ടോ. അതും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ക്ഷമയോടുകൂടി ഇളക്കി മസാല സൂപ്പറായാലും നമ്മുടെ ബിരിയാണി സൂപ്പറാവുള്ളൂ കേട്ടോ. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഈ മസാല നമ്മൾ ഉണ്ടാക്കുന്നത് കൊളായാൽ നമ്മുടെ ബിരിയാണി ഒന്നിനും കൊള്ളാണ്ടായി പോകും കേട്ടോ. അപ്പോൾ ബിരിയാണി നന്നാവണമെങ്കിൽ ഈ മസാലകൾ നന്നാവണം. മസാല നന്നാവണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതുപോലെ ഇളക്കി ഒരു പരിവാവണം കേട്ടോ. അതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു പ്രത്യേകത ഉള്ളത് കേട്ടോ, ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ സബോള ഒന്നും വറുത്തിടാറില്ല, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഒന്നും ഇടാറില്ല കേട്ടോ. നമ്മുടെ വീട്ടിലല്ല എന്താ പറഞ്ഞാൽ അതൊക്കെ എടുത്തറിയുമ്പോൾ അതൊക്കെ പറക്കി ചോട്ടിക്കിടും. അതൊന്നും കഴിക്കില്ല അവൾ. അപ്പോൾ എനിക്ക് വിഷമാവും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും തല്ലൂടും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് എന്താ, അതൊന്നും ഇടാണ്ടിരിക്കല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ ഇടില്ല. പിന്നെ ഒരു ബൗളെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, അതിലേക്ക് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് അത് ഇളക്കി അവിടെ വെക്കുക കേട്ടോ. അതായത് എപ്പോഴും വെള്ളം ഒഴിച്ച് നമ്മൾ മസാലയ്ക്ക് ഇട്ടാൽ പെട്ടെന്ന് നന്നായി മൂത്ത് കിട്ടും കേട്ടോ. മൂത്ത് കിട്ടും പറഞ്ഞാൽ അതൊക്കെ നന്നായി കരിഞ്ഞും പോവില്ല, നല്ല മണം വരും കേട്ടോ. പൊടി നേരിട്ട് നമ്മുടെ ഈ മസാലയ്ക്ക് ഇടണമെങ്കിൽ ഇടാൻ തീരെ സമയമൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് നേരിട്ട് ഇട്ടിട്ട് അതേപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി നല്ലത് അതിൽ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചിട്ട് അത് ഇങ്ങനെ നന്നായി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയ്ക്ക് ഒരുവിധം മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കച്ചമ്പറ് ഉണ്ടാക്കി വെച്ചു കേട്ടോ.
അതായത് തൈരും ഇതും കൂടിയിട്ട് സബോളയും കൂടിയിട്ട് കച്ചമ്പറ ഉപ്പും കൂടിയിട്ട് തിരുമ്പിയിട്ട് കച്ചമ്പറ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി മൂത്ത സമയത്ത് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അതിട്ട് കൊടുത്തു. പിന്നെ ഒരു നാരങ്ങയുടെ നീരും അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു. അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ചിക്കൻ മസാല തേക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 3 നാരങ്ങ മൊത്തം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനിലേക്ക് ഇട്ടുള്ള ഒരു നാരങ്ങ ചെറിയ നാരങ്ങ തന്നെ ഇരുന്നു കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി ആകുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ നല്ല തൈര് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക കേട്ടോ. തൈര് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും കൂടി ടേസ്റ്റ് തൈര് ഒഴിച്ചിട്ടാണ് തോന്നുന്നു എനിക്ക്. ഒരു റൈസിൽ നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരണമെങ്കിലേ അങ്ങനെ 2 ടീസ്പൂൺ തന്നെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് കണ്ടില്ലേ, ആ മണക്കും അത് നമ്മുടെ മസാലയ്ക്കും അതിലേക്ക് പിടിച്ചൊരു കറുപ്പ് മണം വരുന്ന സമയത്ത് 100 ഗ്രാം അണ്ടിപ്പരിപ്പിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് അരച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നന്നായി ചൂടായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ആ അരച്ച് വെച്ച മിക്സിയിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിട്ട് വെച്ച് നന്നായിട്ട് തുടച്ചെടുത്ത് ഇതിലൊഴിക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പിനൊക്കെ എന്താ വില, അപ്പോൾ അതൊന്നും വേസ്റ്റാക്കി കഴിയണ്ട, നന്നായിട്ട് അത് തുടച്ച് തന്നെ ഇതിലേക്ക് ഒഴിച്ചോ. അപ്പോൾ അങ്ങനെ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇളക്കുക, നന്നായി ഇളക്കി. കുറച്ച് വെള്ളം കൂടിയാലും കൂടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരച്ചൊഴിക്കുന്ന വെള്ളം അതിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ റൈസിൽ അതൊക്കെ അങ്ങോട്ട് ഇതായി പോയിക്കോളും, കുടിച്ചോളും റൈസ്. അങ്ങനെ തോനെ വെള്ളമല്ല കേട്ടോ, അതേപോലെ ഒരു നല്ല കട്ട ഗ്രേവി. എന്നിട്ട് ഈ സമയത്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ചിക്കന് എയർ ഫ്രയറിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എയർ ഫ്രയറിൽ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കന് സാധാ വെളിച്ചെണ്ണയിലോ അതിലേക്ക് വറുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി ചിക്കനിൽ ആ മസാലയ്ക്ക് പിടിക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് കണ്ടില്ലേ, ചിക്കനൊക്കെ 3/4 വേവ്, നന്നായിട്ട് 3/4 അല്ല ഫുൾ വേവ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ കറക്ക് നന്നായി മുരിയൊന്നും വേണ്ട, ചിക്കൻ്റെ നല്ല വേവ് ഉണ്ടല്ലോ. പിന്നെ ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്തോളൂ കേട്ടോ. കുറേ നേരം ഒന്നും വയ്ക്കേണ്ട, കുറച്ച് നേരം നന്നായിട്ടൊന്ന് അങ്ങനെ ഇത് പുകയ്ക്ക് ആവിക്കും വരുന്നില്ലേ, ആ സമയത്ത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ബാലൻസ് ഉള്ളത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റൈസ് വേവിച്ച് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ റൈസിൽ ഞാൻ പറഞ്ഞില്ലേ 8 ഗ്ലാസ് വെള്ളം, 1 കിലോയ്ക്ക് 8 ഗ്ലാസ് വെള്ളം, അതിലേക്ക് നാരങ്ങയും മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ച് മൂടി വെച്ചിട്ടുള്ള ആ റൈസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ. ചിക്കൻ വറുത്ത് വെച്ചതിലത്തെ ഉപ്പ് ആദ്യം നോക്കുക, പിന്നെ ഈ ഗ്രേവിയിലിട്ടിട്ട് അത് എന്നിട്ട് ഒന്നും കൂടി ഉപ്പ് നോക്കുക കേട്ടോ. ഈ സമയത്തേക്ക് ഉപ്പ് പാകമാവണം, പിന്നെ റൈസത്തെ ഉപ്പും പാകമായിരിക്കണം കേട്ടോ. നമ്മുടെ ഫുഡിനേക്ക് നന്നായി ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ സാധനം ഉപ്പ് തന്നെയാണ്. ഉപ്പ് കൂടിയാലും ടേസ്റ്റ് പോവും, ഉപ്പ് കുറഞ്ഞാലും ടേസ്റ്റ് പോവും. അതുകൊണ്ട് ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ടിട്ട് ടേസ്റ്റ് നോക്കിയാൽ മതി. അത് റൈസിലാവുമ്പോൾ ഒരു തരി മുന്തി നിൽക്കണം ഉപ്പ്, ഇതിലാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് മുന്തി നിൽക്കുക ഗ്രേവിയിൽ കേട്ടോ. എന്നാൽ ഉപ്പ് കൂടുതലല്ല, കുറഞ്ഞു പോരുത്, അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ ഗ്രേവി നന്നായിട്ട് കണ്ടില്ല അങ്ങനെ ആ ചിക്കൻ ബാക്കിയുള്ള വേവ് ആ ചിക്കൻ്റെ ഈ ഗ്രേവിയിലായിക്കോളും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 കിലോ അരിയല്ലേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, 1 കിലോ അരിയത്തെ ഒരു പകുതി 3/4 അരിയും റൈസും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി മറിച്ച് നന്നായിട്ട് കുഴച്ച് നല്ല പരിവാണം. കണ്ടില്ലേ, ഈ റൈസ് ആ മസാലയിൽ കിടന്നിട്ട് നല്ല ടേസ്റ്റ് വരാം. ആ റൈസ് ആ മസാലയുടെ ടേസ്റ്റ് മൊത്തം റൈസ് വലിച്ചെടുക്കണം. അങ്ങനെ നന്നായി ഇളക്കി കുഴച്ച് മറിച്ചിട്ട് പകുതി റൈസും ആ ചിക്കൻ മസാലയെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു നനവ്, അതായത് ഗ്രേവിയുടെ നനവുണ്ട്, അതിലിരുന്നോട്ടെ. അത് നമ്മുടെ ദം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ബാലൻസുള്ള ആ റൈസും കൂടി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് എന്താ പറയുക, ആ ഇപ്പോൾ രണ്ടാമതിട്ട റൈസിൽ മസാലയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇതിൽ കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഷേപ്പാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു 3 ടീസ്പൂൺ 4 ടീസ്പൂൺ ഇട്ടൊക്കെ നെയ്യ് ജസ്റ്റ് ഒന്ന്
നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നന്നായിട്ട് 4 ഭാഗത്തേക്ക് ആവുന്നത് പോലെ റൈസൊക്കെ നല്ല ആ പാത്രത്തിൽ നമ്മൾ വേവിച്ച പാത്രത്തിലത്തെ റൈസൊക്കെ നന്നായി കൈ കൊണ്ട് തന്നെ തുടച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായി റൈസ് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചട്ടിയുടെ പാകത്തിന് തന്നെ നന്നായിട്ട് ആ റൈസൊക്കെ 4 ഭാഗത്ത് നന്നായിട്ട് എന്താ പറയുക, അങ്ങനെ ഷേപ്പാക്കി കൊടുത്ത ശേഷം നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് തീയിൽ കേട്ടോ, തോനെ തീ പാടില്ല, അല്ല കുറച്ച് ആ തീ എന്താ പറയുക ഫ്ലെയിമിൻ്റെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. തീരെ അടി പിടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ദമ്മാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അടച്ച് വയ്ക്കുമ്പോൾ അത് എന്താ പറയുക, അതിൽക്കൂടെ ചിലർ 4 ഭാഗത്തും ആ ഇതുണ്ടല്ലോ മൈദയ്ക്കും ഇങ്ങനെ തേക്കും കേട്ടോ. ഞാൻ അതൊന്നും തേച്ചിട്ടില്ല. നല്ല കട്ടിയുള്ള നമ്മുടെ ഇടിക്കുന്ന ആ അമ്മി പോലത്തെ സാധനമല്ലേ, അത് വെച്ച് കൊടുത്തു. എന്നിട്ടൊരു 10-15 മിനിറ്റ് നന്നായി ദമ്മാക്കി. പിന്നെ അങ്ങോട്ട് തുറന്നപ്പോൾ ഉണ്ട് മോളെ എന്താ ടേസ്റ്റ്, വാവ്, നല്ല മണം കേട്ടോ. എന്താ മണച്ചിട്ടാ, സൂപ്പർ മണം. അപ്പത്തിനുണ്ട് മോൾ ആ മണം കേട്ടിട്ട് വീട്ടിൽ മോളിന്ന് ചോട്ടിലെത്തി ഗൈസ്. എന്നിട്ട് ഇളക്കി മറിക്കണതിന് മുമ്പ് തന്നെ അവൾക്കുള്ള ഫുഡ് വിളമ്പി കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് കഴിക്കാൻ പോയി. ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനത്തെ ചിക്കൻ ഐറ്റംസൊക്കെ ആണെങ്കിൽ കഴിക്കുമോളെ അടുത്ത് പറയേ വേണ്ട, അവളിങ്ങോട്ട് പാത്രം കൊണ്ട് വന്നോളും ഗൈസ്. അതാണ് റിയമോൾ. അങ്ങനെ അവളുടെ ഫുഡ് എടുത്തിട്ട് അവൾ പോയി. ബാക്കിയുള്ള റൈസ് ഞാൻ മസാലയിൽ കൂടെ നന്നായി ഇളക്കി മറിച്ച് ദമ്മാക്കി. നല്ല രസമാട്ടോ അത് കഴിക്കാൻ. നമ്മുടെ മസാല സൂപ്പറാണെങ്കിൽ ഉണ്ടല്ലോ ഒന്നും നോക്കണ്ട. നമ്മുടെ റൈസൊക്കെ നന്നായി വിട്ട് വരുന്നുണ്ട് കേട്ടോ. കട്ടയൊന്നും കുത്തിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ടോ ഇങ്ങനെ വന്ന്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. എന്നിട്ട് ഈ റൈസ് മുഴുവൻ ഞാൻ വലിയൊരു പാത്രത്തേക്ക് ഒരു ബേസിലേക്ക് ഇട്ടു. പിന്നെ ഞാനും ഇക്കും കഴിക്കാൻ. സൂപ്പർ ബിരിയാണി. അങ്ങനെ നമ്മൾ ഇളക്കി മറിച്ച് വെച്ച ദം ബിരിയാണിയും അതുപോലെ കച്ചമ്പറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാർ, പിന്നെന്താ പൈനാപ്പിൾ, അതൊക്കെയും കൂട്ടി നന്നായി കഴിച്ച്. അതൊക്കെ വാടലേക്ക് പൊടിച്ചോണ്ട്, ബിരിയാണി ഉണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ വാടല പൊടിച്ചോണ്ട് കേട്ടോ. എന്താ വാടലയിൽ ചൂടുള്ള ബിരിയാണി അങ്ങോട്ട് ഇട്ടിട്ട് അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഇഷ്ടമൊക്കെ പറയും. ആ ചൂടുള്ള വാടലയിൽ വേണം ചൂടുള്ള ബിരിയാണി ആ വാടലയിലിട്ട് കഴിച്ചാണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ പറയും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയാകുന്നുണ്ട് ഷിന്നും ചേർന്നായി മീപ്പേക്ക് വരും കേട്ടോ. എന്നിട്ട് അവരൊക്കെ വന്നു. അപ്പോൾ ബിരിയാണി ഉണ്ട് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അവർ കുറേ നേരമല്ലേ രാത്രിയാണ് പോയത് കേട്ടോ. ഒരു 4 മണിക്ക് 5 മണി സമയത്തേക്ക് വന്നിട്ട് നടക്കാൻ കഴിയാം. അപ്പം ഞാൻ അവിടെ പിടിച്ചിരിക്കിട്ടല്ല, ഈ ബിരിയാണി ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട്. അപ്പം അമ്മായി കഴിക്കുമ്പോൾ പറഞ്ഞു ഓരോ അരിയിലും അത് കഴിക്കുന്ന ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ അരിയിലൊക്കെ ഞങ്ങളുടെ പേരാവും എഴുതി വെച്ചാൽ അതാവും ഞങ്ങൾ ആ ടൈമിൽ എത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞു. സാമോനെ റിയമോളും ഷിനു ഷിഫിയും കൂടിയിട്ട് ചേലക്കരിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ചായക്കടയിൽ പോയി.